ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ റീഡിങ്ങിന്റെ ഒരു ഇതെന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണ്. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കവേ ചില അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. നമ്മൾ അകന്നു കഴിയുകയാണെങ്കിലും നീയാണ് എൻ്റെ ജീവിതം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിങ്ങും കൂടിയാണ്. ഇതിൽ പറയുന്ന എല്ലാ പോസിറ്റീവ് എനർജികളും നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സോളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ കേൾക്കുന്ന റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓൾ അബൌട്ട് നമുക്ക് എന്താ പറയുക, ഓവറോൾ എനർജി നമുക്ക് അവസാനം എടുക്കാം. ഫസ്റ്റ് എനർജിയെ നമുക്ക് ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നന്നായിട്ട് പാട്ട് പാടുക, നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ മറ്റു പല എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളിൽ വളരെയധികം ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ ഈ വ്യക്തി എന്തോ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നന്നായി നൃത്തം ചെയ്യുന്നതായിരിക്കാം ഈ പേഴ്സൺ കണ്ടിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നന്നായിട്ട് പാട്ട് പാടാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കാം, നന്നായിട്ട് അധ്വാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ സംസാര രീതിയായിരിക്കാം, ചിരിയായിരിക്കാം, കണ്ണുകളായിരിക്കാം, സംതിങ് ലൈക്ക് ദാറ്റ്. എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിലേക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് അന്നും ഇന്നും ഈ വ്യക്തിയുടെ മനസ്സിൽ നിലകൊള്ളുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം കണ്ട ആ ഒരു കാഴ്ച, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ആ ഒരു കണ്ണുകളായിരിക്കാം. അപ്പൊ ആദ്യം കണ്ടപ്പോൾ ആ ഒരു കണ്ണുകളാണ് അന്നും ഇന്നും ഈ പേഴ്സൺ ഒരു സ്പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു നമ്മളെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഭയങ്കരമായിട്ട് ഉടക്കുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ അതാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു അവസ്ഥയിലും കാലഘട്ടത്തിലും വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പ്രേരിപ്പിക്കുന്നത് ഈ ഒരു സ്പാർക്കാണ്. ഓക്കെ, ഈ ഒരു സ്പാർക്ക് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ചിന്ത. അതായത് ഇപ്പോൾ സെപ്പറേഷൻ പീരീഡ് ആയിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ ഒരു സ്പാർക്ക് എപ്പോഴും നിലനിൽക്കുന്നത്, ഈ ഒരു ആ ഒരു ഇഷ്ടം നിലനിൽക്കുന്നത് ഈ ഒരു സ്പാർക്ക് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതയിൽ ഈ പേഴ്സൺ മതിമറന്ന് നിൽക്കുകയാണ്. കാരണം ഈ വ്യക്തിക്ക് വളരെയധികം ആ ഒരു കാര്യം ഇഷ്ടമാണ്. അതെന്താണെന്നുള്ളത് ഇതിനോടകം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ്. ഈ പേഴ്സൺ എപ്പോഴും ഈ ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു കോയിൻസിഡൻസ് ആണ്. അതായത് ഈ പേഴ്സൺ ഒരിക്കലും കല്യാണം കഴിക്കില്ല, ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങളെ കണ്ടുമുട്ടുന്നത്. അപ്പൊ അതൊരു തീർത്തും ഒരു കോയിൻസിഡൻസ് ആണ്. ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് വന്നു ചേർന്നിട്ടുള്ള ഒരു മാലാഖ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല അത്രയും ഒരു ഐശ്വര്യമുള്ള ഒരു വ്യക്തി. ആ ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്നത്. അതായത് ഇപ്പൊ തനിക്ക് വേറെ വിവാഹ ജീവിതം, അല്ലെങ്കിൽ തനിക്കിപ്പോ ഒരു ലവർ വേണ്ട, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഒരു തരത്തിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി വേറെ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചീറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അതിലൊക്കെ പൊറുതിമുട്ടി ഞാൻ സിംഗിൾ ആയിട്ട് നടന്നോളാം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പേഴ്സൺ ഒരു കോയിൻസിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കയറി വന്നപ്പോൾ പോലും നിങ്ങൾ വിചാരിച്ചിരുന്നില്ല നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായി മാറാൻ പോകുന്ന വ്യക്തിയാണ് ഇത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് തീർത്തും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹാപ്പി കോയിൻസിഡന്റ് ആണ്. ഹാപ്പി കോയിൻസിഡൻസ് ആണെന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ
വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. ചിലപ്പോൾ അത്രയും മോശപ്പെട്ട അവസ്ഥയിലൂടെ ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ ആ ഒരു സാന്നിധ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതൊരിക്കലും ഈ പേഴ്സണ് മറന്നു കളയാൻ പറ്റില്ല കേട്ടോ. അത് അന്നും ഇന്നും ഈ വ്യക്തി വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നന്ദിയോടെ ഓർത്തിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. ലേഡി പോർഷ്യ, ദ ഡിവൈൻ ഓർഡർ, ഡു വാട്ട് യു ഫീൽ ഇസ് റൈറ്റ് എന്നാണ്. ആൻ ഇമ്പോർട്ടന്റ് ലെസൺ ഈസ് അൺഫോൾഡിങ്. അതായത് ഇത് പലവർക്കും ഒരു കർമ്മബന്ധമായിട്ടാണ് കാണിക്കുന്നത്. കർമ്മബന്ധം എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ മുജ്ജന്മത്തിൽ ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിട്ട് ആ ഒരു കർമ്മം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരിക്കാം. അതായത് നിങ്ങളുടെ സോളും ഈ പേഴ്സന്റെ സോളും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു കുടുംബമായിരിക്കാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ജോലി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ശാപം, ആ ഒരു ശാപം കീറി മുറിക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് തിയറീസ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ശാപം, എന്തെങ്കിലും ഒരു ചങ്ങലകൾ, അത് പൊട്ടിച്ചു കളയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യക്തികളെ കണ്ടുമുട്ടുമ്പോഴായിരിക്കും നമ്മളുടെ ആ ഒരു പാരമ്പര്യപരമായിട്ടുള്ള എന്തെങ്കിലും കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ശാപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കാർമിക് ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കാർമിക് എന്ന് കേൾക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട. അതൊരു കർമ്മമുണ്ട് അവിടെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു പാഠം, ഒരു തിരിച്ചറിവ് ഈ റിലേഷൻഷിപ്പിലുണ്ട്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് സാധാരണ ഒരു വ്യക്തികളെ പോലെ പെട്ടെന്ന് ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിൽ പോകാൻ, നേരെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാം, അങ്ങനെ മാത്രമല്ല. സംതിങ് ഇവിടെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ സ്പിരിച്വൽ പരമായിട്ടുള്ള, അതായത് മറഞ്ഞു കിടക്കുന്ന ഒരുപാട് സത്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനി തുറന്നു വരാൻ പോകുന്നതേ ഉള്ളൂ. അത് മറഞ്ഞു കിടക്കാണ്, അടഞ്ഞു കിടക്കാണ്. അത് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാനുള്ള സമയമായിട്ടില്ല. ഓക്കെ, അതും കൂടെ ഉണ്ട്. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ ഒരുപക്ഷെ വരുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ലായിരിക്കാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ പേഴ്സൺ പെരുമാറുന്നത്. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ന്യൂ ചാപ്റ്റർ ആണ്. ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ ആണ്. ഇപ്പോൾ നിങ്ങൾക്കിടയിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഒരു അധ്യായത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി കാത്തിരിക്കുന്നത്. പുതിയൊരു ലെസൺ അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാം. പുതിയൊരു വ്യക്തി, അതായത് പുതിയൊരു വ്യക്തിയായിട്ട് മാറിയിട്ട്, പുതിയൊരു മനുഷ്യനായി മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ള ആ ഒരു ചിന്ത ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പോലും ഇവിടെ ആ ഒരു പുതിയ ചാപ്റ്റർ, അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ അല്ലെങ്കിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ ഈ പേഴ്സൺ എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. അതുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടും ഒരുപാട് നാളുകളായതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, അതായത് പല പ്രാവശ്യവും ആ ഒരു മോശപ്പെട്ട ആ ഒരു കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയിൽ നിന്നൊക്കെ ഈ പേഴ്സൺ രക്ഷപ്പെടാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് പലതും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാനും എന്താ പറയുക, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇതിൽ നിന്നും മുന്നോട്ട് വരാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പുതിയ ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചില വ്യക്തികളെ ഈ വ്യക്തിക്ക് വേണ്ട എന്ന് വെക്കേണ്ടി വരുന്നുണ്ട്. അതും ചില കർമ്മ സംബന്ധമായിട്ട് തന്നെയാണ് അത്തരം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസിപ്പേറ്റിംഗ് ആണ്. ഉറപ്പായിട്ടും ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് മാത്രമായിട്ട്, നിങ്ങളുടേത് മാത്രമായിട്ട് വരാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഡീവിയേറ്റിംഗ് എനർജി ഉണ്ടാകും. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാണ്, നമുക്ക് അടുത്ത ആഴ്ച ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, നിന്നെ കാണാൻ വരാം, സംസാരിക്കാം, ഇത്രയും നാളത്തെ പിണക്കം നമുക്ക് മതിയാക്കാം, നോ കോണ്ടാക്ട് നമുക്ക് മതിയാക്കാം എന്ന് വിചാരിച്ച് ഈ പേഴ്സൺ ഇങ്ങനെ വരാനിരിക്കുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നിട്ട് ഈ പേഴ്സണെ വേദന ഡയറക്ഷൻ തെറ്റിച്ച് വിടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളും വേറെ ഡയറക്ഷനിലേക്ക് പോകും. അല്ലെങ്കിൽ ആ റിയൂണിയൻ ആയതിന്റെ തൊട്ട് മുൻപായിട്ട് നിങ്ങൾ രണ്ടുപേരും അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് തമ്മിത്തല്ലി പിരിയും.
അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും അത് ഒരു കർമ്മസമ്മതമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിതറിപ്പോകുന്ന ഒരു എനർജിയാണ്, ഒരു സ്പ്ലിറ്റിംഗ് എനർജിയാണ്. പക്ഷെ എങ്കിൽ പോലും അതൊരു കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ബാനിഷ് ആകും, അതില്ലാണ്ടാകും. അത് പേടിക്കേണ്ട ആവശ്യമില്ല, അതില്ലാണ്ടാകും. അത് നിങ്ങളെ വിട്ട് വളരെ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇത്തരം പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് ഒക്കെ നിങ്ങൾ എപ്പോഴും കാണാനായിട്ട് ശ്രമിക്കണം. അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് നിങ്ങളുടെ സോളിലേക്ക് നിങ്ങളത് അട്രാക്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് ഈ പേഴ്സൺ വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ്, പ്രൊട്ടക്റ്റീവ് ആണ്, കെയർഫുൾ ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏഞ്ചൽസ് ഈ പേഴ്സണെ എന്താ പറയാ, ഏഞ്ചൽസ് ഈ പേഴ്സണെ ഗൈഡൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നീ ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ല, നീ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നിങ്ങനെയുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ഏഞ്ചൽസിനെ, അതിപ്പോ ഏതാണെന്നുള്ളത് നമുക്കറിയില്ല, ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. അതിൽ ഏതോ ഒരു ഏഞ്ചൽസിന്റെ സാന്നിധ്യം നമുക്കിവിടെ ഈ വ്യക്തിയിൽ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഏഞ്ചൽസ് എന്തുകൊണ്ടാണ് ഈ പേഴ്സണെ സഹായിക്കാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കാൻ ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതായത് ഈ വ്യക്തിക്ക് ഓൾറെഡി ഒരുപാട് കർമ്മമുണ്ട്, ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്, അത് ഈ പേഴ്സൺ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വീട്ടുകാരെ മുഴുവനും നോക്കുന്നത് ഈ പേഴ്സൺ ആയിരിക്കാം. ഈ വ്യക്തിയുടെ ചുമലിൽ ചിലപ്പോൾ വലിയ പ്രായമൊന്നും കാണില്ല, എന്തോ ആയിക്കോട്ടെ, ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം. അതൊക്കെ ഈ വ്യക്തി സഹിച്ചും ക്ഷമിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിയുടെ സോളിന് കുറച്ചധികം എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഏഞ്ചൽസിന്റെ ആ ഒരു അനുഗ്രഹം അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വഴി നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണം അല്ലെ, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷനും ഒരു വഴികാട്ടിയുമായിട്ട് ഈ വ്യക്തിയുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. വെരി ബ്യൂട്ടിഫുൾ, അതങ്ങനെ തന്നെ പോട്ടെ. യെസ്, ആർക്കേഞ്ചൽ റാജുവേൽ ജസ്റ്റിസ്, ഡിസിപ്ലിൻ ആൻഡ് ഹാർമണിയാണ്. നമ്മൾ ഏഞ്ചൽസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞുള്ളൂ. ഇവിടെ ഒരു ബാലൻസിങ് ഒരു എംബ്ലം ആയിട്ടാണ് ഈ ഒരു ഏഞ്ചൽ നിൽക്കുന്നത്. അപ്പം ഇവിടെ നീതി, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾ നീതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഹാർമണി ആൻഡ് ഓൾസോ ദ റിലേഷൻഷിപ്പ്, ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും. ഓക്കെ, അത് ഇതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏഞ്ചലാണ്. ചിലപ്പോൾ ഈ ഏഞ്ചൽ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ വഴി കാണിക്കുന്നത്. യെസ്, ഡിവോഷൻ, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, ഇതൊന്നും വെറുതെ ആയി പോവില്ല കേട്ടോ. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ജസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ബ്രേസ്ലെറ്റ് പോലും നിങ്ങൾ അണിയുകയാണെങ്കിൽ പോലും ആ ബ്രേസ്ലെറ്റ് വർക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ബ്രേസ്ലെറ്റ് ഇട്ട് ഇന്ന് തന്നെ വർക്ക് ചെയ്യും, ഇന്ന് തന്നെ അത്ഭുതം സംഭവിക്കും, ഇന്ന് തന്നെ ലോട്ടറി അടിക്കും, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻ്റെ പ്രേക്ഷകർക്കൊക്കെ ലോട്ടറി അടിക്കട്ടെ, പല രീതിയിലും പല മേഖലയിലും നിങ്ങൾക്ക് ഓരോ പോസിറ്റീവ് ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങളത് എന്താ പറയുക, അത് ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ എഫക്റ്റും നിങ്ങളെ ഒരു ഭയങ്കര ഒരു വലിയൊരു റിസൾട്ടായിട്ട് നിങ്ങളെ തേടി വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിവോഷൻ അല്ലെങ്കിൽ ആ ഒരു ഭക്തി, ആ ഒരു ഭയഭക്തി ബഹുമാനം, യൂണിവേഴ്സിനോടുള്ള നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ, എല്ലാത്തിനുപരി നിങ്ങളുടെ ഒരു സത്യസന്ധത, അതൊക്കെയാണ് നമുക്കിവിടെ വളരെ സ്പെഷ്യലായിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, എനിവേ നിങ്ങളുടെ ആ ഒരു ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അത് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് ആ ക്ഷമയ്ക്ക് ഒരു ഫലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്തം നാള് കിട്ടിയിട്ടുണ്ട്. വർക്ക് അഡിക്ഷൻ, ഭയങ്കരമായിട്ട് ഓവർലോഡ് വർക്കൊക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ല, എന്നാലും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, എന്തെങ്കിലും പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ, ജസ്റ്റ് ഒരു ഓം നമഃ ശിവായ, അല്ലെങ്കിൽ ജസ്റ്റ് ബൈബിൾ വചനങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ നിസ്കാരം മുടങ്ങാണ്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സൈഡിൽ കൂടി ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. ഓക്കെ, നോട്ട് റൊമാൻറ്റിക്, ചിലപ്പോൾ റൊമാൻസ് തീരെ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. 27-ാം തീയതി ചിത്തിര, സ്ട്രേഞ്ചർ, ജലസ്, തൃശ്ശൂര്, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.